ദാസൻ ചിരിക്കണൊക്കെയാണ്. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയണേ, ഇവൻ്റെ സ്നേഹിതനാണ്. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം മുതലൊക്കെ സ്കൂളിൽ പഠിച്ചാണ്, സ്കൂളിലൊക്കെ അയൽവാസിയാണ്. ഇവന്റെ പേര് ദാസൻ എന്നാണ്. പാവാണ്. ഇവിടെ ഒരുപാട് എന്റെ വീട് അവിടെയാണ്, നമ്മളെ തറവാടാണ്. അപ്പൊ ഇവിടൊക്കെ നമ്മളെ അയൽവാസികളാണ്. ഇവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഒരുപാട് കൊല്ലായി. അവളെ ചെറുപ്പം മുതലൊക്കെ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഞാൻ ഞാൻ സ്കൂളിൽ പോയി. അനക്ക് എത്ര വയസ്സായി? എനിക്ക് 19 വയസ്സുണ്ട്. അപ്പൊ ഒരു 5 വയസ്സിന് മൂപ്പുണ്ട് ഇവന്. എന്നാലും ഞാനിങ്ങനൊക്കെ വീഡിയോ എടുക്കണ കാരണം തരാം, ബോംബെയിൽ വന്ന ആളാണ് ദാസൻ ഭായി. അങ്ങനെ ബോംബെ വന്നിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കണ സത്യം. അതൊന്നും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഈ പാവം ബോംബെ വന്നിട്ട് ചേച്ചി മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആളാണ്. പിന്നെ അവിടെ വന്നിട്ട് ഏത് പഠിക്കാനും വന്നിരുന്നത് ഇട്ടില്ല. അവിടെ കാലുകൊണ്ട് വയ്യാത്ത മണിയേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ? മണിയേട്ടന്റെ കീഴില് എന്തൊരു കച്ചവടത്തിൽ ആംബ്ലേറ്റ് ബജിപ്പാവിന്റെ കച്ചവടത്തിലുണ്ടായിരുന്നു. ഇപ്പഴൊന്നല്ലോ കൊല്ലത്രായി പോയി, 35 കൊല്ലായി. ഇത് പറയാൻ നിന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ചെന്നാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും കാണുമ്പോ രസം ഉണ്ടായില്ല. അന്ന് വന്നിട്ട് റോട്ടുമ്മ കിടന്നിരുന്ന ആളാ ഈ പാവം. ഞങ്ങളൊക്കെ പാടെ റോട്ടുമ്മ കിടക്കുന്ന സമയത്ത് അവിടെ ഒരു കടയിൽ ഒരു ബില്ലുണ്ടായിരുന്നു കേട്ടോ. ബില്ലെന്ന് കേട്ടാൽ എന്തിനും തയ്യാറായി നിൽക്കണേ, എന്തെങ്കിലും തെറ്റുകൊണ്ട് അടിക്കണം പിടിക്കണം. അങ്ങനെ ടെപ്പൂരി എന്ന് പറയുമ്പോൾ ഒരു ബില്ല് ഒരു വേറെ ഒരുത്തുണ്ടായിരുന്നു അവിടെ. അവനെല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഞങ്ങളിട്ടൊക്കെ ഭയങ്കര സ്നേഹമാണ്. കൃഷ്ണന് അല്ലേ? ആ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങള് പടം എന്തൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോ ഓൻ്റെ അടുത്തൊക്കെ അടി ഇവർക്കും കിട്ടി, ഈ പറഞ്ഞ എനിക്കും കിട്ടി. അതുപോലെ നമ്മളെ ചെറുക്കല സുനി ഉണ്ടായിരുന്നില്ലേ? ഒരുപാട് ആൾക്കാർ ബോംബെ വന്നിട്ട് ജീവിതം പഠിച്ച ആൾക്കാരട്ടാ. എന്നിട്ട് അവിടുന്നൊക്കെ ഒഴിവാക്കി ഇപ്പൊ ഇവിടെ വന്ന് കുത്തിരിക്കാണ്. ഓനെ പാവാണ്. ഓനക്ക് ചെറിയ കാലിൻ്റെ ചെറിയൊരു ഒരു ഇതുണ്ട്, വാദത്തിൻ്റെ ഒക്കെ ഇതായിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും വഹിക്കണ മാതിരിയൊക്കെ പോയിട്ട് ചെറിയ ജോലിയൊക്കെ ചെയ്യും. പിന്നെ ചേച്ചി ഉണ്ട്, ചേച്ചി ടീച്ചറാണ്. ചേച്ചി ഞങ്ങളുടെ ടീച്ചറല്ല, ടീച്ചർ ഓഫീസ് സ്റ്റാഫാണ്. എന്നാലും കാര്യങ്ങളൊക്കെ ഓൻ്റെ വീട് പണിയൊക്കെ നല്ല റാത്തായി കഴിഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ഓനക്ക് വേണ്ടി ചെയ്തൊക്കെ കൊടുത്തു. നല്ലൊരു കാര്യങ്ങളാണ്. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കാണിച്ചു ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളെ ഗ്രൂപ്പിൽ ഇതില്ലേ പിന്നെ കുറേ ആൾക്കാർ പലരും പല സഹായങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും പാവണേ എല്ലാം ഇത്ര കൊല്ലായിന്നറിയാം. ഞങ്ങളൊക്കെ ഇവിടെ അയൽവാസികൾ നല്ലൊരു രസത്തിൽ കൂടെയാണ് ജീവിതം. അപ്പം ഞാൻ ഇവിടെ വന്ന എപ്പോഴും പെരുട്ടാ ലാഴ്ച ഞാൻ വന്നാൽ ഇവിടെ വന്ന എല്ലാവരുടെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോക്ക്. ഇപ്പം ഞാൻ ഇന്ന് വന്ന് 21/6/2025 ഇവിടെ വന്ന് ചായ ഒക്കെ കുടിക്കാൻ ചേച്ചി ഇത് എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ഓനക്കിതാ ചായ. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ കൊണ്ട് വെക്കണേ. ഇത് ഈ വീഡിയോസ് എന്താ അറിയോ, ഗൾഫിൽ ഒരുപാട് പേരുണ്ട്, ഇവിടൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. രാജംഭായി, സുനിയേട്ടന്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രവാസി ലോകത്തുണ്ട്. മോനെ എപ്പോഴൊക്കെ എന്തൊക്കെ വീഡിയോ എടുത്ത് വീഡിയോ വെച്ചിട്ട് ഇന്നങ്ങനെ കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ കൂടെ ആകുമ്പോൾ എന്തായി പലർക്കും കാണാം. അതുകൊണ്ട് വന്ന് എടുക്കുകയാണ്. അല്ലാതെ നിങ്ങളാരും ഒന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ദാസട്ടോ നമ്മൾ കൂടെ വെക്കല്ലേ? എന്തെങ്കിലും പറയാണ്ട. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി. നമ്മളെ ദാസത്തിന്റെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതും കൂടി കാണിച്ചു തന്നില്ലെന്ന് വരണ്ട. ശരിപ്പെടുത്ത ഇതാട്ടാ നമ്മളെ ദാസേട്ടൻ്റെ വീടാണ്. ദാസേട്ടനും പഴയ കാലത്ത് അവരെ തറവാടാണ്. ഇങ്ങളൊക്കെയാണ് പഴയ കാലത്ത് ഉള്ള തറവാട് ഞാൻ കാണിച്ചു തരാം. പഴയ കാലത്തുള്ള തറവാടായിരുന്നു. ആ വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട ആൾക്കാർ. പഴയ കാലത്തുള്ള തറവാട്. ഇത് ദാസൻ്റെ പെങ്ങളെ വീടാണ്. ഈ പാവം ഇവിടെ ഇല്ല, പെങ്ങൾ ഇവിടെ ഇല്ല, ഇവിടെ പോയിക്കണേ. അപ്പോൾ എല്ലാവരോടും നമ്മളെ രവിയേട്ടൻ്റെ വീടാണ് ഇത്. നമ്മളെ രാജംഭായിയുടെ വീടാണ് അപ്പുറത്ത്. അത് കുഞ്ഞിപ്പോൾ അത് നാളെ എടുത്തതാണ് അമ്മേൻ്റെ കൂടെ നിന്നിട്ട്. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഓക്കെ രാജംഭായി, നമ്മളെ അജേട്ടൻ്റെ അലേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഇങ്ങനെയൊക്കെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടാ. അത് എപ്പോഴാണ് കഴിഞ്ഞത്? തന്നെ ഞാൻ
അത് സത്യം പറയുന്നത് ഞാൻ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഞാൻ ആദ്യം പോകുമ്പോ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തായാലും ഇത് അന്നെടുക്കണില്ല ഇവിടെ ഇവിടെ എന്തൊരു അങ്ങനെ എന്റെ സമ്മല്ല ഞാൻ എടുക്കൂല. ഇത് നമ്മളെ ചിലപ്പോ അവിടെ പോയി എടുത്തില്ല. ദാസന്റെ പെങ്ങളെ വീടാണിത്. അപ്പൊ പെങ്ങളെ ഭർത്താവാണിത്. നമ്മളെ ആളെയും ഞാൻ ആളെയും തന്നെ വിളിക്കല്. എല്ലാരും ഇവിടെ ആളെയും ഇജ്ജ് അന്നെടുക്കൂല. ഇല്ല ഞാൻ ഫ്രണ്ടിൽ കിറാൻ ഇജ്ജ് ചാണ്ടായിക്കോ. അപ്പൊ ഞാന് ഇതിന്റെ ഒരു കഥ ഉണ്ട്. ഇനിയിപ്പോ പറഞ്ഞു ഇല്ലേ? സത്യല്ലേ? സന്തോഷല്ലേ? പറഞ്ഞോട്ട് എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. ഞാൻ എടുക്കൂല ചെയ്യൂല. ചെയ്യൂല. ഈ മണി പറഞ്ഞ കുട്ടീൻ്റെല്ലോ, കുട്ടീനെ ഞങ്ങളെ ഓളൊക്കെ ഒരേ വയസ്സായിക്കണേ. ഇക്കോൾക്കൊക്കെ ഒരേ പ്രായം തന്നെയാണ്. ഇവള് ഞാൻ പറയാൻ നിന്നാ നിങ്ങൾ ആരെങ്കിലും പറയാൻ പാടില്ല. ഇടത്ത കൈ കൊടുത്താൽ വലത്തെ കൈ. പക്ഷെ അതല്ല, എനിക്കിപ്പോ എല്ലാം കണക്കാ. ഞാൻ എല്ലാം കൂടി പറയുന്ന ഒരാളാണ്. എന്റെ മനസ്സിലൊന്നും ഇരിക്കൂല എന്നല്ല മണിയാ. എന്റെ മനസ്സിലൊന്നും ഇരിക്കലില്ലല്ലോ. ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഇതേമാതിരി ഒരു വീട് പണി. ഈ വീട് പണിക്ക് എന്ത് വാർപ്പാണ് കിണ്ടോ ഇവള് വന്നിട്ട് ഒരു പൈസക്ക് പ്രയാസപ്പെട്ടിട്ട് ഇവള് ഈ പണി സൺസൈഡ് അല്ല, എന്ത് പറയാ സൺസൈഡിലെ ആ സമയത്ത് ഓര് പൈസക്ക് വളരെ ബുദ്ധിമുട്ടിട്ട് ഓള് ജീവിതത്തിൽ എന്റെ അടുത്ത് പൈസ മേടിച്ചിട്ടില്ല. മണി ഞാൻ കൂടുതൽ കാണിക്കണില്ല. ഇതാണ് മണി എന്ന് പറഞ്ഞിട്ടില്ലേ. ഇവളാണ് ചെറിയൊരു പ്രയാസത്തിൽ കടന്നു വന്നപ്പോ എൻ്റെ അടുത്ത് വന്ന്. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഇത്രയും കൊല്ലമായിട്ടൊന്നും ഓളിൻ്റെ അടുത്ത് പൈസക്കൊന്നും ബുദ്ധിമുട്ടി വന്നിട്ടൊന്നുമില്ല. ഓളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ പണിക്കാർക്ക് പൈസ കൊടുക്കണം. അന്ന് ചെറിയ മഴ ഉണ്ടല്ലേ. ആ മഴയുടെ സമയത്ത് ഞാനച്ഛൻ ബോംബെന്ന് വന്ന ടൈമാണ്. വന്നിട്ട് ഞാൻ കുറച്ച് 2-3 ആഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച ആയിട്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഇവളിങ്ങനെ വിഷമിച്ചിട്ട് ആരടുത്തേക്കാണ് ഈശ്വര പൈസക്ക് പോകുക എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പണിക്കാരുണ്ട്, കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഓടി വന്നിട്ട് അവസാനം തീരെ വരാത്തൊരാള് അന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാനു അങ്ങനെ ഒരു 5000 രൂപ 3000 എനിക്ക് തരുക. ഞാൻ നാളെ എത്ര ഡേറ്റ് വന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് വെച്ചാൽ ഉറപ്പില്ല. റബ്ബാണ് സത്യം. ഞങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്തല്ല പറഞ്ഞത്. ആ സമയത്ത് നാട്ടിൽ വന്നാൽ കുറച്ച് ചില്ലറ പൈസ ഉണ്ടായി തീർന്നിട്ട് എൻ്റെ അടുത്ത് ഉറപ്പില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു അക്ബർ. ഓൻ ബോംബെയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓനെ ഏൽപ്പിച്ചിട്ടൊക്കെ നടന്ന് പോകുന്നത്. അപ്പം ഞാൻ അക്ബറിനോട് ചോദിച്ചു, എടാ അക്ബർ എങ്ങനെ കച്ചവടത്തിൻ്റെ വല്ല പൈസ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കട്ടെ, കച്ചവടത്തിൻ്റെ പൈസ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ ചില്ലറ പൈസ ഇരിക്കണം. ഞാൻ പറഞ്ഞ ഒന്നിട്ട് വിട്ടാട്ട് വേഗമാണ് ഓണ്ട് വിട്ട് തന്നപ്പോൾ ഇവള് ഇവിടെ പണിക്കാർക്ക് പൈസ കൊടുക്കാനില്ലായിട്ട് അങ്ങനെയാണ് ഞാൻ കുട ചൂടിയിട്ട് ഞാൻ പറഞ്ഞു, മണിയെ ഞാൻ വരാച്ച് വേജാറാണ്ട് എൻ്റെ പണിയെടുത്ത് വെച്ച് സങ്കടപ്പെട്ട് പോകുന്നു വേണ്ട, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ദൈവം ഒരു വഴി കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴൊന്നല്ല പത്രമല്ലേ 6 കൊല്ലം ഇന്നുണ്ടായ സംഭവം എന്നല്ല. അല്ല ഇപ്പൊ ഇത് യൂട്യൂബിലേക്ക് വേണ്ടി പറയുന്നില്ല. അതൊക്കെ യൂട്യൂബ് വരുന്നതിനായിട്ട് മുന്നേ ഉണ്ടായ സംഭവമാണ്. എന്റെ ജീവിതത്തിലൊക്കെ കടന്നുപോയ സംഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങളാണ് പറഞ്ഞത്. കുട ചൂടിയിട്ട് ഞാൻ ഇവിടെ വീട്ടിലേക്ക് ഇവിടെ വന്നിട്ട് ഞാൻ പൈസ കൊടുത്തു ഇല്ലേ. ആ സമയത്ത് കൊടുക്കുമ്പോൾ ഞാൻ മണിയോട് ഓളെ പേര് മണി എന്നാണ്, ഇവന്റെ പേര് അജയ് എന്നാണ്. നമ്മളെ അജയ് എന്നാണ്. അപ്പൊ ഞാൻ മണിനോട് വെച്ച്, മണി അനക്ക് എത്ര വേണ്ടത് പറഞ്ഞോ. 3000. അപ്പോൾ തന്നെ 3000 വല്ല പൈസ കൂടുതലാണോ മേടിച്ചോണ്ട് അന്ന് 5000 രൂപ ഞാൻ അന്നിട്ട് കൊടുത്ത്. ഓൾ ആ പറഞ്ഞ സമയത്ത് എനിക്ക് ആ പൈസ തിരിച്ചു തരും ചെയ്ത്. അതിന്റെ ശേഷം വീണ്ടും ഇതിന്റെ പണി തീർക്കാതെ പഞ്ചായത്തിൽ നിന്ന് പാസ്സാവാനും ചില്ലറ പഞ്ചായത്തിൽ പൈസ കിട്ടാനും കുറച്ച് സമയം വഴുകയാണ്. പഞ്ചായത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് പൈസ പാസ്സാവാണ്. ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് വീടായിട്ടാണ്. ആ സമയത്ത് വീണ്ടും ഓൾക്ക് പൈസക്ക് ബുദ്ധിമുട്ട്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടില്ല, ഞാൻ പണക്കാരനൊന്നല്ല, ഇവർക്കൊക്കെ അറിയാം. പക്ഷെ എന്താണ് സഹായമല്ല. അങ്ങോട്ട് കൂടെ ഒരു വീട് പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്വപ്നമാണ്. ഒരു കുട്ടികളിൽ നിന്ന് കയറി ഇരിക്കാനും പിടിക്കാനും വേണ്ടിയിട്ട് ജീവിതത്തിൽ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇവര്. ആ സമയത്താണ് പിന്നെ ആ സമയത്തൊക്കെ ഒരാൾ സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനും വല്ല എൻ്റെ അടുത്ത് ഒരു പൈസ അങ്ങനെ ഇല്ല. ഞങ്ങൾ വിചാരിക്കണം ഞാൻ വലിയ പണക്കാരൻ. അങ്ങനെ ഞാൻ ഇവളോട് ചോദിച്ചു, ഈ വീട് പണി ചെയ്യാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാം ഏകദേശം എത്ര റുപ്യാവെന്ന് ചോദിച്ചപ്പോൾ എത്ര ചെയ്യാന്ന് 2 ലക്ഷം കിട്ടാണ്ട് 2 ലക്ഷം കിട്ടാണ്ട് എനിക്ക് ഒരു 1.5 ലക്ഷമാണ് ഞാൻ വന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് 1.5 ലക്ഷം ഒരൊറ്റ അടിക്ക് തന്നു. ഭാര്യ തന്നു. ഈ കൊടുത്തില്ല ഈ പൈസ അന്ന് ഞാൻ വലിയ എമൗണ്ട് തന്നല്ലോ. അതന്നെ 1.5 ലക്ഷം ഒരൊറ്റ അടിക്ക് തന്നു. പിന്നെ 50,000 വേറെ തന്നു. അങ്ങനെ 2 ലക്ഷം തന്നു. ഈ കടം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരുമ്പോ ഒരു 20 കൂടി വേണം എന്നിട്ട് വേറെ മേടിച്ച് ഞാനങ്ങോട്ട് മരിച്ചു പോകുമ്പോഴേ അത് മറക്കുള്ളൂ. അതിന്റെ ഈ ജീവനോടെ ഞാൻ നടക്കുമ്പോ ഒരിക്കലും മാനു എന്നുള്ള ഒരു വ്യക്തിനെ ഞാൻ മറക്കില്ല. അത് സത്യാണ്. കണ്ടില്ലേ, ഇതിപ്പോ യഥാർത്ഥത്തിലൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ സംഭവമാണ്. എനിക്ക് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു തരാന്. പറഞ്ഞോ കാണിക്കില്ല.
ഇത് അന്നെ കാണിക്കണം ചേച്ചി പറഞ്ഞു. എത്രയോ ആൾക്കാർക്ക് തരാണ്ടായിരുന്നു, ആരും തന്നില്ല. പക്ഷെ തന്നില്ല വെച്ചാ എങ്ങനെ കിട്ടുമെന്ന് ഓൽക്ക് അറിയില്ലല്ലോ. പക്ഷെ ഞാനത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തരാന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിയത്. അതെനിക്ക് നല്ലൊരു ദൈവത്തിന്റെ തുല്യത്തിലേക്ക് മാന് ചെയ്തു തന്നിരിക്കുന്നു. അത് ഞാൻ മറക്കില്ല. ഇപ്പോഴും ഞാൻ പണക്കാരത്തി ഒന്നല്ല. ബാങ്ക് കൊടുക്കണ്ട കണ്ടില്ല, ബാങ്ക് അടക്കം ഓള് പറയണ സമയത്ത് കേൾക്കും. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നല്ല, ഇതൊക്കെ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമാണ്. ഓളാണിപ്പോ മണിയാറിന, ഓളാണിപ്പോ അയാത്തിൽ ജീവിച്ചത്, ഓളാണിപ്പോ ഉള്ള സംഭവം അല്ല, ഓളെ ഭർത്താവാണ്. ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമാണ്. ഞാനിതിനെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യർക്ക് ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുക, അല്ലാതെ നമ്മൾ വലിയ പണക്കാരനായിട്ടൊന്നുമല്ല. അപ്പം ഞാൻ അവിടെ വേറെ 1-2 ആൾക്കാരൊന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ പൈസ തന്ന് ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് വാർക്കാൻ പറ്റി. വാർപ്പ് കഴിഞ്ഞിട്ട് ഉള്ളിൽ തേക്കാൻ പറ്റി. അതൊക്കെ മാനുവിന്റെ കയ്യിലുള്ള പൈസ കൊണ്ടാണ്, അല്ലാതെ പക്ഷെ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു കൊടുക്കരുത്, കൊടുത്താൽ കിട്ടൂലട്ടാ, കാരണം ഇവൾക്ക് പൈസ പൈസ കൊടുത്താൽ കിട്ടൂല, അന്നിട്ടിട്ട് ഇടങ്ങറാക്കുന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇന്റെ അടുത്ത് ഈ 2-2.5 ലക്ഷം ഉറുപ്പ്യ വാങ്ങി പോയിട്ട് ഇവര് തരാതെ ഇരുന്നിട്ടില്ലട്ടാ. പടച്ചോനാണ് സത്യം ഞാൻ പറഞ്ഞത്. അത് എനിക്ക് തരും ചെയ്യും. എന്തപ്പോ ചില്ലറ പൈസ ബാക്കിയാക്കിയിട്ടുണ്ട്. എത്ര 4,000 രൂപ മാത്രമേ എനിക്ക് തരാനുള്ളൂ. ഈ 2.5 ലക്ഷം ഉറുപ്പ്യ ഇവര് മേടിച്ചിട്ട്. അപ്പൊ എനിക്കൊരു ധൈര്യമുണ്ട്, കാരണം അവരങ്ങനൊന്നും പറ്റുക. ആൾക്കാർ പലതും പറഞ്ഞോട്ടെ, ജനങ്ങൾ പലതും പറയും. ജനങ്ങളെ വാക്കിട്ട് ജീവിക്കണമല്ല, നമുക്കൊരു മനസ്സിലൊരു ഉള്ളിൽ നിന്നൊരു സംഭവം കടന്നു വരാണ്ട്. കൊടുത്താളെ അത്രമാത്രം മനസ്സ് ഒരുക്കിയിട്ടാണ് അവരൊരു പ്രയാസത്തിൽ വന്ന് ചോദിക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ കണ്ണി കണ്ടിരുന്ന് വാങ്ങി കൊടുത്ത്. അത് എനിക്ക് അതേമാതിരി ഇവർക്ക് ഇങ്ങനെ കുറേശ്ശെ പൈസ കിട്ടിയിട്ട് ഞാനത് ക്ലിയറാക്കി കൊടുത്തു ചെയ്ത്. ഇതുപോലെ വേറെ ആൾക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശിവേട്ടെന്ന് പറഞ്ഞ ഒരാൾ, ഓനും കിണറ്റിൽ വീണ് കിടക്കുകയായിരുന്നു. ശിവേട്ടൻ ഞാൻ കൊണ്ട് പറഞ്ഞില്ല. ശിവേട്ടന് ഇതേമാതിരി ഞാൻ ബോംബെയിൽ രക്ഷിച്ച ഒരാളാണ്. 2 കൊല്ലമായിട്ട് 1.5 കൊല്ലമായിട്ട് ആ പാവം ഗൾഫിലേക്ക് ബോംബെക്ക് നാട്ടിലേക്ക് പോയിട്ടില്ല. ശിവേട്ടൻ എന്ന ഒരാൾ അപ്പോഴാണ് പറഞ്ഞത്, കുട്ടിയോട് പറയാണ്. എന്നിട്ട് ഞാനപ്പം വലിയൊരു പൈസ കൊടുത്തിട്ട് ശിവേട്ടനെ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് ശിവേട്ടൻ്റെ മക്കള് പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളെ അച്ഛനെ നാട്ടിൽ വന്നിട്ട് കാണാനുള്ള ഒരു വിധി വരുത്തിയതും നിങ്ങളാണെന്ന് പറഞ്ഞിട്ട്. എന്നെ മറക്കരുത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താലേ നിങ്ങളൊക്കെ ഇങ്ങനെ മാനിങ്ങനെ ഒരു സംഭവം നിങ്ങളൊക്കെ ചെയ്തന്നത്. പിന്നെ പോരാത്തതിന് ഇപ്പൊ ഞാൻ ഇവർക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോകുമ്പോ എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു അപ്പൊ ഈ കുറ്റി പുറത്ത് കൊണ്ടാക്കി തന്നില്ല എന്നെ. അതൊക്കെ ഞാൻ എവിടെ നിന്ന് മറക്കാനാ. ഇതൊക്കെ ഉണ്ടായ നിങ്ങള് കേട്ടില്ല, മണിയാണ് പറഞ്ഞ കരഞ്ഞും കൊണ്ടാ അത് പറഞ്ഞത്. ഇപ്പൊ അടുത്ത് 4 ദിവസം മുന്നേ പിന്നെ നായ എന്തോ മാന്തിയ സമയത്ത് എന്താ സംഭവം എന്നറിയാം. 4 ദിവസം 21-ാം തീയതി, 18-ാം തീയതി, 18 ഈ അടുത്ത് 2-3 ദിവസം മുന്നേ പിന്നെ അടിച്ചു ഇവിടെ ചോദിക്കും, ചായയും കടിയൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കണി പോകാം എന്തെങ്കിലോടൊക്കെ പറയാം. അപ്പം പിന്നെ ഇവിടെ പണിക്ക് പോകുമ്പോഴേ ടൈൽസിന്റെ ഇതില്ല. അപ്പോൾ ജസ്റ്റ് ഒരു നായ ജസ്റ്റ് അവിടെ വീട്ടിൽ വളർത്തുന്ന നായ എത്ര ഒന്ന് മാന്തിയതാണല്ലേ. അങ്ങനെ മാന്തിയപ്പോൾ അപ്പോൾ ആ സങ്കടമാണ് ഇപ്പോൾ മണിയാറിനെ പറഞ്ഞത്. കാരണം അവിടെ അവള് കാവിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, കുട ചൂടിയിട്ട് ഓളും കുട്ടിയും കൂടിയും. ആ സമയത്ത് എന്താണ് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അവൾക്ക് കുറ്റിപ്പുറം പോകണം ഇവർക്ക്, കാരണം ഇപ്പം അവിടെ ഉണ്ട് കുറ്റിപ്പുറം ഇഞ്ചക്ഷൻ TT അടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കൂടെ ആളില്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റൂലെന്ന്. അപ്പോൾ അങ്ങനെ ഇവളവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് മഴ കൊണ്ടിട്ട്. അപ്പം ഞാൻ പണി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചും എൻ്റെ പെണ്ണുങ്ങളോട് വെച്ച് മണി എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഏട്ടനെ നായ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഡോക്ടറടുത്ത് പോവാണ്, അബിക്ക് പോവാണ്. അന്ന് വണ്ടിയൊന്നും കാണാനില്ല. അപ്പം 4 ദിവസം മുന്നേ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കാറിൽ കയറിക്കോ, ഞാനവിടെ കൊണ്ടാക്കി തരാണ്ട് കുറ്റിപ്പുറം അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി കൊടുത്ത്. അതാണ് ഇപ്പോൾ ഓള് ഈ കരഞ്ഞ് പറഞ്ഞത്. കാരണം ഇതൊന്നും മറക്കൂല എന്നുള്ളത്. ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മളെല്ലാവർക്കും ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ചെയ്ത് കൊടുക്കുക. ഇതാ ഞാൻ ചെയ്തത്. അല്ലാതെ ഞാനത് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് വെക്കണേ. വാ ഇവരൊക്കെ എൻ്റെ വീടാണ്. എന്തായാലും ഇവരൊക്കെ ദൈവമാണ് ഈ കാണുന്നത്. എന്തായാലും സാധാ ഇവിടെ കൊണ്ട് വെക്കണം. വീടൊക്കെ ഉസാറാക്കിയിട്ടാണ്. ഓക്കെ, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ. ഒരു ഇരിക്കക്കൂര ഉണ്ടായി കാണാൻ. എല്ലാവരും ഈ പറഞ്ഞാൽ ഞാൻ എത്ര സങ്കടപ്പെടും. എൻ്റെ പേരെയും കൂടിയൊക്കെ എൻ്റെ ഉപ്പൊക്കെ കയറ്റി തന്നതാണ്. ഞാൻ അന്നിപ്പോൾ ഞാനും എൻ്റെ പെണ്ണുങ്ങളും അന്ന് ബോംബെയിലുള്ള സമയത്ത് ഈ വാപ്പയാണ് എൻ്റെ അവിടെ പേരെയും കൂടി എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് പേരെയും കൂടി കയറ്റി തന്നതാണ്. ആ നിലയിലാക്കി. അതിനൊന്നും പണിയൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ എന്തുണ്ടെങ്കിലും പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ട് എൻ്റെ വീട് ഒരു സ്വപ്നമാക്കി തന്ന എൻ്റെ സ്വന്തം ഉപ്പ. അറിയാ ഇതിലുള്ള സംഭവമാണ്. എൻ്റെ പിന്നെ അന്ന് ഞാനും എൻ്റെ പെണ്ണുങ്ങളൊക്കെ ബോംബെയിലായിരുന്നല്ലോ. ഞാൻ പെണ്ണുങ്ങൾക്ക് സ്വർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ല. കാരണം എനിക്ക് അവിടെ പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും തെങ്ങും തോട്ടത്തിൽ പോകുമ്പോൾ 2-4 പണിക്കാരുണ്ടായിരുന്നു. അതിന് വേണ്ടി എൻ്റെ ഭാര്യനെ ഞാൻ അങ്ങോട്ട് ബോംബെക്ക് കൊണ്ടുപോയത്. ഇപ്പോഴൊന്നുമില്ല, കൊല്ലൊരുപാടായി.
ആ സമയത്ത് എൻ്റെ അപ്പം അമ്മയും കൂടി എൻ്റെ പെരയും കൂടി ഇതേമാതിരി ഓരോരുത്തർ പ്രയാസപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരെ ചേർത്ത് പിടിക്കുക. പിന്നെ പടച്ചോൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചത് നാളെ ദൈവത്തിൻ്റെ അടുത്ത് ഇതേമാതിരി ഒരുമിച്ച് കൂട്ടിച്ചേരാൻ ദൈവം പടച്ചോനെ തോഫീക്ക് നൽകട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൂടി വെക്കുകയാണ്. താങ്ക് യു. കാര്യം ഇടയ്ക്ക് എന്തെല്ലാം ഉണ്ടാക്കി തന്നിക്കണം നോക്കുകയാണ്. ഞാൻ ഇവിടെ വന്നേക്കുമ്പോൾ 21/6/2025 വീഡിയോ ആണ്. രാജൻ ഭായ് നമസ്കാരമുണ്ട്. അമ്മൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. അമ്മൻ്റെ അടുത്ത് ഇന്നിപ്പോൾ ഞാൻ വന്നതാണ് ഇവിടെ. എന്തായാലും അമ്മേൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഓക്കെ. നിങ്ങളെ മോനിക്ക് വീഡിയോ വിട്ടു കൊടുക്കുകയാണ്. അമ്മക്ക് പിന്നെ സംസാരം കേൾക്കില്ല. എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ രാജൻ ഭായ്. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഇത് നിങ്ങളെ മോനിക്ക് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളെ മകനിക്ക് വിട്ടുകൊടുക്കുകയാണ്. രാജനക്ക് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളെ മോനിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. നമുക്ക് കണ്ണാണാദ്യ, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ഇവിടെ അങ്ങോട്ട് വെക്കട്ടെ. രാജൻ ഭായ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ടില്ല ഒന്നും പറയണ്ട. ഓക്കെ എന്നാ ശരി കേട്ടോ. ഓക്കെ ഭായ്. കുട്ടിമലർത്തി എന്താ ചേച്ചി നിങ്ങൾ പറഞ്ഞത്? മലർത്തി എന്താ പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് ഞാൻ കേക്കട്ടെ. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറയുന്നോ? എന്തോ നിങ്ങൾ പറഞ്ഞല്ലോ. ചേച്ചി എന്താ നിങ്ങളിപ്പോ എന്താ പറഞ്ഞില്ല? ഞാൻ ഇപ്പൊ വന്നോക്കും ഈ ചെറുപ്പത്തില് ഇജ്ജ് വന്നില്ല ചെടിയിലോട്ട് നിന്നിട്ട് ഇന്ത്യയും ബേബിനെയും കൂടി പോട്ടുന്ന പ്രായം പറ്റി അപ്പായിട്ടുള്ള കുറവൊക്കെ ഉണ്ടാവും. അല്ല ഞാൻ വന്നിട്ട് 2-3 ദിവസമായി. അപ്പൊ ചേച്ചി കുട്ടിമാലത്തിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ അല്ല ബേജാറ് വയ്യ. ഞാൻ പറഞ്ഞിട്ട് ഈ വയ്യാതെ പോയോണ്ടാണ് എനിക്ക് പേടി. ചേച്ചി കുട്ടിമാലെടുത്തിയാ എന്താ പേര്? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രാർത്ഥനക്ക് സൂക്കടുണ്ടോ? ഉണ്ടാക്കിയൊരു കുഴപ്പമില്ല. ഭക്ഷണത്തിനോ ഒന്നും നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ സന്തോഷത്തിൽ പിന്നെ മരുന്നിന് പൈസ വേണം. അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അതൊക്കെ സ്ഥിതി കുട്ടിമാലെടുത്തിയാണ്. ഇവിടുത്തെ എന്റെ തറവാടിന്റെ തൊട്ടടുത്ത് ഉള്ള വീട്ടിലാണ്. എപ്പോ വന്നാലും ഞാൻ ഈ ചേച്ചിന്റെ അടുത്തേക്ക് വരവുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പൊ പെരുന്നാളിന്റെ 2 ദിവസം ഇത് ഇവിടെ യൂട്യൂബിലേക്കാണ് പോകും. യൂട്യൂബിലാണ് എല്ലാ ഫ്രണ്ട്സുകളും. അരിമോളോ പെരുന്നാളിന് വന്നിരുന്നു. പോയി പെരുന്നാളിന് വന്നിട്ട് പോയെന്നോ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പെരുന്നാൾ 2 ദിവസം വന്നത് മുന്നേ വന്നിക്കണേ. പക്ഷെ ഇങ്ങോട്ട് എത്താൻ കഴിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ പല ഡോക്ടർക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഉപ്പാക്ക് വയറ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇന്ന് 21-ാം തീയതി. അപ്പോൾ ഞാനിങ്ങനെ വേഗം ഞങ്ങളെ വീടിന്റെ വഴിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോണ വഴിയാണ്. തറവാടാണ്. എല്ലാവർക്കും ഇതാ വരണ ചേച്ചി. ഒരു മിനിറ്റ്. ഇതാണ് എന്താ പറഞ്ഞ ചേച്ചി? എന്താ വരണേ? ഇതാ ഞങ്ങളെ തറവാടത്. അപ്പൊ ഈ തറവാട്ടിങ്ങൾക്ക് പോണ വഴിയാണ്. അപ്പൊ ഞങ്ങളെ ഇത് കുട്ടിമലയടുത്തിയാണ്. കുട്ടിമലയടുത്തിന്റെ വീടാണ്. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി വന്ന് ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ എല്ലാവരും വീട്ടിലേക്കൊക്കെ അല്പനേരം കുറച്ചു നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയും. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. എന്താണ് അത് ശരി. എന്തായാലും രാജൻ ഭായ് ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പ് രാജൻ ഭായിന്റെ രാജുണ്ടല്ലോ. ഓനൊക്കെ ഞാനൊരു മാനു ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് അല്ല, യൂട്യൂബ് വേറെ ഉണ്ട്. അപ്പൊ ഓനൊക്കെ നമ്മളൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ട്. അപ്പൊ ഓനിപ്പോ ഗൾഫിലാണുള്ളത്. ഓൻ ഇടക്കിടക്ക് എന്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഓനോട് പറഞ്ഞിരുന്നേ ഇവിടക്ക് വരുമ്പോള് നിങ്ങളെ വീഡിയോസും ഓന്റെ അമ്മ ഉണ്ടല്ലോ ഇവിടെ, അമ്മന്റെ വീഡിയോസും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് എടുത്തിട്ട് മാനുവച്ചിക്ക് വിട്ടു തരണായിട്ട്. അവൻ പോയിട്ട് ഇപ്പൊ 2 കൊല്ലമായി. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഓനക്ക് പെട്ടെന്ന് വരാൻ പറ്റണില്ല. അപ്പൊ ഓൻ പറഞ്ഞു വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെ വീഡിയോസ് എടുത്ത് വിടുമ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. നമ്മളെ രാജന് ചെറുക്കല് സുനി ഉണ്ടല്ലോ, സുനിയേട്ടന്, അങ്ങനെ പലരും ഗൾഫിലേക്കാണ് പോയിക്കണേ. അപ്പൊ അവരൊക്കെ എന്റെ വീഡിയോക്ക് വേണ്ടി കാത്തിക്കാണ്. അപ്പൊ ഞാൻ കുട്ടുമാലത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ഇവിടെ വെക്കുകയാണ്. ഞാൻ ചായ കുടിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്റെ പെണ്ണുങ്ങൾ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനായിട്ട് വീഡിയോന്റെ മുന്നിലായിട്ട് പറയല്ല. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ പറയാം. അപ്പൊ എന്തൊക്കെ ഓള് പറഞ്ഞു ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം. ഓളെ സത്യമാണ് ഓള് പറഞ്ഞു. മണി ഒന്നും ചെയ്യില്ല പറയും. ഇപ്പൊ എന്തൊക്കെ എന്നോട് പറഞ്ഞു ഒന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എടുക്കണില്ല പറഞ്ഞു. വാങ്ങാട്ട് താങ്കൾ പാപ്പ ഓള് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ എനിക്ക് തോന്നി ഒന്നും കൂടി ആ വീഡിയോ എടുക്കട്ടെ.
എന്താ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് വേണ്ടി അത്രയും സഹായിച്ച ഒരു വ്യക്തിയാണ് മാനു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ദിവസം എനിക്ക് വിളിച്ചു പറഞ്ഞില്ലേ, എനിക്ക് പരാജയമാണ് മണിയെ, എനിക്ക് എന്തേലും വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി നേരെ മാങ്ങാട്ടൂർ പാപ്പാന്റെ അടുത്ത് പോയി അവിടുത്തെ ആളുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരാളാണ്, എനിക്ക് സഹായിച്ച ആളാണ്, അതുകൊണ്ട് അവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. മാങ്ങാട്ട് പിന്നെ അതുപോലെ നിങ്ങളെ വീടിന്റെ കാര്യത്തിനൊക്കെ പാടെ കൂടി നിങ്ങൾ മാങ്ങാട്ട് തങ്ങൾ അനക്ക് വേണ്ടി മാത്രമാണ് പോയത്. എന്റെ പരാജയാണെന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് ഞാൻ വളരെ പ്രയാസത്തിലായിരുന്നു. ഇവളിങ്ങനെ പൈസ ഒന്നും ചോദിക്കുന്ന സമയത്ത് എന്റെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഞാൻ ഇവളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ ദൈവത്തിന്റെ മുന്നിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മളെല്ലാവർക്കും ഞങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ വേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കും ഞങ്ങൾക്കും കൂടി ഉള്ള ആളാണ് പാപ്പ. മാങ്ങാട്ട് തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയിട്ട് ഞാനും പറഞ്ഞു, അവരെ വീടിന് വേണ്ടിയിട്ടൊക്കെ ഓരോ മാങ്ങാട്ട് തങ്ങൾ പാപ്പാന്റെ അടക്കം പോയിട്ട് ഒരു പോക്കും വരവൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പോക്ക് വരവുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ. എനിക്ക് അവരോടൊക്കെ നല്ലതാണ്. പക്ഷെ എവിടെ ഞാൻ പൊന്നെ പൊന്തിച്ച് പറയുന്നെങ്കിലും പൊന്തിക്കില്ല. അങ്ങനെയല്ല, എന്റെ ദൈവത്തിനോടാ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അന്ന് അത്ര തന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും നേരം ഒഴുകി വീട് ഞാൻ സത്യം പറയട്ടെ, എന്റെ കയ്യില് ₹1 വെച്ചിട്ട് ഞാൻ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചാല് ഞാൻ ഇല്ലാന്ന് പറച്ചലില്ല. സത്യം, ഞാൻ മണിക്ക് ഇവർക്കൊക്കെ അറിയാം. എന്റെ കയ്യിൽ